ഒരു ദിവസവും മുടങ്ങാതെ മൗലിദ് ഓതണമെന്ന് നമ്മുടെ നേതൃത്വമായ റഈസുൽ ഉലമാ ഉസ്താദ് പറഞ്ഞു തന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, റബീഉൽ അവ്വൽ മാസത്തിലേക്ക് നാം പ്രവേശിച്ചു. സമൂഹത്തിൽ നല്ലൊരു ശതമാനം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ശിരസ വഹിക്കുക എന്നതിന് പകരം കടുത്ത അനാചാരങ്ങളിൽ, അന്ധവിശ്വാസങ്ങളിൽ മുസ്ലിയാക്കന്മാരുടെ നേതൃത്വത്തിൽ തളച്ചിടപ്പെടുന്ന, വ്യാപൃതരാക്കപ്പെടുന്ന ഒരു മാസമാണ് റബീഉൽ അവ്വൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആഗ്രഹിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർക്കത്ത് ആഗ്രഹിക്കുന്നു, പ്രവാചക സ്നേഹം ഈ രൂപത്തിലൊക്കെയാണ് എന്ന നിലക്ക് സമൂഹം അനാചാരങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന ഒരു മാസമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വിശുദ്ധ ഇസ്ലാമിൽ പുതിയ ആചാരങ്ങൾക്ക്, അനുഷ്ഠാനങ്ങൾക്ക് സ്ഥാനമില്ല. കാരണം ദീൻ എന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടവും തൃപ്തിയും പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹമാണ്. അതിൻ്റെ പൂർത്തീകരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു നടത്തിയിട്ടുമുണ്ട്. ഒന്നും അതിലേക്ക് നമ്മൾ ചേർക്കേണ്ടതില്ല, ഉള്ളത് കുറക്കേണ്ടതും ഇല്ല. ദീനിൽ ഉള്ള കാര്യങ്ങളെ വെറുക്കേണ്ട ആവശ്യവും ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ ഉണർത്തിയ കാര്യമാണ്, എല്ലാ അനാചാരങ്ങളും വഴികേടാണ്, എല്ലാ വഴികേടും നരകത്തിലേക്കാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമില്ലാത്ത, സ്വഹാബത്ത് അവിടുന്ന് നിന്ന് മനസ്സിലാക്കിയിട്ടില്ലാത്ത കാര്യങ്ങൾ ദീനാക്കി അവതരിപ്പിക്കുക, ആഘോഷിക്കുക എന്നത് വളരെ പേടിയോടെ നമ്മൾ കാണേണ്ട വിഷയമാണ്. ഖുർആൻ അതിൻ്റെ ഗൗരവം ഒന്നുകൂടി അറിയിച്ചത് ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്ക് എതിരായി നിൽക്കുന്നവർ പേടിക്കട്ടെ എന്നാണ്. അവരെ ഫിത്ന ബാധിക്കുമോ എന്ന് പേടിക്കണം. ഇവിടെ ഫിത്ന എന്താണ് എന്ന് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിശദീകരിച്ചിട്ടുണ്ട്. ഫിത്ന എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കുഫറാണ്, എല്ലാ കാര്യങ്ങളും നിഷേധിക്കുക എന്ന സ്വഭാവമാണ്, അല്ലെങ്കിൽ ബിദ്അത്ത്, അനാചാരം പോലെയുള്ള കാര്യങ്ങളിൽ അകപ്പെടുക, ബിദ്അത്തിൽ അകപ്പെടുക, അല്ലെങ്കിൽ നിഫാഖ്, കപട സ്വഭാവമുള്ള ആളായി മാറ്റപ്പെടുക. ഇതിലേതെങ്കിലും ഒരു നിലക്കുള്ള മുസീബത്തിൽ അവൻ പെടും എന്നാണ്. റബീഉൽ അവ്വൽ വന്നെത്തിയാൽ സമൂഹം ഏറ്റവും കൂടുതലായി അകപ്പെടുന്നത് അനാചാരങ്ങളിലാണ്. ഒരു മുസ്ലിയാർ സമൂഹത്തെ കാര്യമായി ഈ മാസത്തിലെ അനാചാരങ്ങളിലേക്ക് ക്ഷണിക്കുന്ന സംസാരം നമുക്കൊന്ന് കേൾക്കാം. ഈ വരുന്ന റബീഉൽ അവ്വലിൽ ഒരു ദിവസവും മുടങ്ങാതെ മൗലിദ് ഓതണമെന്ന് നമ്മുടെ നേതൃത്വമായ റഈസുൽ ഉലമാ ഉസ്താദ് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ മുടങ്ങാതെ മങ്കൂസ് മൗലിദെങ്കിലും പാരായണം ചെയ്യണം. ഇവിടെ മുസ്ലിയാർ പ്രഖ്യാപിച്ചത് ഒരു ദിവസവും മുടങ്ങാതെ മൗലിദ് ഓതണം എന്നാണ്. റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു ദിവസവും മുടങ്ങാതെ മൗലിദ് ഓതണം, അത് അവരുടെ തലമുതിർന്ന ഒരു ഉസ്താദ് കൽപ്പിച്ചിരിക്കുന്നു എന്നാണ്. ഒരു കാര്യം നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കാനും പിൻപറ്റാനും അവിടുന്ന് പഠിപ്പിച്ച അധ്യാപനങ്ങൾ മുറുകെ പിടിക്കാനും ഒരു പ്രത്യേക മാസത്തെ നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. യഥാർത്ഥത്തിൽ എല്ലാ മാസങ്ങളിലും, എല്ലാ ദിവസങ്ങളിലും, എല്ലാ നിമിഷങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം അനുസരിച്ചാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഇനി പ്രത്യേകമായി അങ്ങനെ ഒരു കാര്യം വിളംബരം ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഈ വിളംബരം തന്നെ അറിയിക്കുന്നത് ഇത് കടുത്ത അനാചാരമാണ്, സമൂഹത്തിൽ നിലനിൽക്കാൻ പറ്റാത്ത ഒന്നാണ്. അത് മുസ്ലിയാരുടെ സംസാരത്തിൽ തന്നെ ഉണ്ട്. ഇനി മറ്റൊരു കാര്യം, മങ്കൂസ് മൗലിദെങ്കിലും
അതെങ്കിലും ദിവസവും നമ്മൾ പാരായണം ചെയ്യണമെന്നാണ് മുസ്ലിയാർ പറയുന്നത്. ഈ മങ്കൂസ് മൗലിദ് എന്നുണ്ടായതാണ്? അതിന് ഇസ്ലാമിനോളം പഴക്കമില്ല. ഏറ്റവും പഴക്കമുള്ള മൗലീദായി സമസ്തക്കാർ പറയുന്നത് മുഹീദ്ദീൻ മാലയാണ്. അതിൻ്റെ എല്ലാം ശേഷം ഉണ്ടാക്കപ്പെട്ട ഒരു മനുഷ്യനിർമ്മിത മാലയാണിത്. ആ മാലയെ നമ്മുടെ വീടുകളിൽ കുടിയിരുത്തുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം വലിയ അപകടമാണ്. മാത്രവുമല്ല, ആ മാലയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇസ്ലാമിനെ ദർശിക്കാൻ കഴിയില്ല. അത്രത്തോളം അന്ധവിശ്വാസം, അതേപോലെ തന്നെ കടുത്ത മതത്തിന് നിരക്കാത്ത കാര്യങ്ങൾ നിറഞ്ഞു കിടക്കുന്ന ഒരു മാലയാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശമാണ് ആദ്യ സൃഷ്ടി എന്ന വലിയ കളവ് പറഞ്ഞുകൊണ്ടാണ് ആ മാല ആരംഭിക്കുന്നത്. എവിടെയാണ് അങ്ങനെ ഒരു തെളിവുള്ളത്? ഒരായത്തിലുമില്ല. സ്വഹീഹായി കിട്ടിയ ഒരു ഹദീസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശമാണ് ആദ്യ സൃഷ്ടി എന്ന് കാണില്ല. ഇതുവരെ സമസ്ത മുസ്ലിയാക്കന്മാർക്ക് അങ്ങനെ ഒരു തെളിവ് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രയാസഘട്ടത്തിൽ സഹായം തേടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മൗലിദ് ആരംഭിക്കുന്നത്. അത് വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾക്ക് നിരക്കാത്ത വാദമാണ്, നിരക്കാത്ത വിശ്വാസമാണ്. അതെങ്ങനെ സഹോദരങ്ങളെ നമ്മുടെ വീടുകളിൽ പാരായണം ചെയ്യപ്പെടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി അവിടുന്ന് വിളിച്ച് ആവലാതി പറയുന്ന വരികളാണ് അതിലുള്ളത്. ഇർതകബതു അലൽ ഖത്താ ഗൈറ അസ്രിൻ വഅദദ്. എത്ര അപകടകരമായ വരികളാണത്! ആ വരികളെ തെളിയിക്കാൻ ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കുന്ന, വളച്ചൊടിക്കുന്ന അവസ്ഥ വരെ മുസ്ലിയാക്കന്മാർക്കിടയിലുണ്ട്. ആരാണ് പാപം പൊറുക്കുന്ന ഗഫൂർ, ഗഫാർ, അതുപോലെ ഗാഫിർ, തൗവാബ്? ഇതൊക്കെ അള്ളാഹുവാണ്. അല്ലാഹുമ്മ ഗഫിർലി, റബ്ബി ഗഫിർലി, അസ്തഗഫിറുല്ലാ എന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. സഹോദരങ്ങളെ, ആ വിശ്വാസത്തിൽ നിന്ന് നമ്മെ അടർത്തി മാറ്റുന്ന അന്ധവിശ്വാസമാണ് മങ്കൂസിൻ്റെ വരികളിൽ ഒളിഞ്ഞു കിടക്കുന്നത്. ആയത്തുകൾക്ക് തീർത്തും എതിരാണ് മങ്കൂസിൻ്റെ വരികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പ്രവാചകരെ ഞങ്ങൾക്ക് ഷഫാഅത്ത് നൽകണേ, തൗഹീദിന് നിരക്കാത്ത വാദമാണത്. ആ വിളിയോടുകൂടി ഷിർക്ക് അവൻ്റെ വിശ്വാസത്തിൽ കടന്നുകൂടുകയാണ്. അത്രത്തോളം അപകടം നിറഞ്ഞ വരികളാണ് അതിൻ്റെ ഉള്ളിൽ ഉള്ളത്. അതുകൊണ്ട് ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ ദീനുമായി ചേർത്ത് വെക്കാൻ കഴിയില്ല. സമസ്ത മുസ്ലിയാക്കന്മാർ തന്നെ അംഗീകരിച്ച കാര്യമാണ്. ഇത് ഷിയാ നിർമ്മിത ആഘോഷമാണ്, ഒരു സംശയവും അതിലില്ല. ഇതിനെ കൊണ്ടു നടന്നവർ, വ്യാപിപ്പിച്ചവർ സൂഫികളാണ്. എന്തിനാ സഹോദരങ്ങളെ, സുന്ദരമായ ഒരു മതത്തിലൂടെ സഞ്ചരിക്കുന്ന നമുക്ക് ഷിയാക്കളും സൂഫികളും നിർമ്മിച്ച വികൃതമായ, വികലമായ, വൈകല്യങ്ങൾ നിറഞ്ഞ ഒരാശയം പേറി നടക്കേണ്ട അവസ്ഥ എന്തിനാണ് നമുക്ക്? അങ്ങനെ ഒന്നില്ല. അതുകൊണ്ട് നമുക്ക് ജീവൻ നൽകുന്ന, നമ്മുടെ കർമ്മങ്ങളെ പിന്നെ പൊളിച്ചു കളയാത്ത വിധം നമ്മുടെ കർമ്മങ്ങളെ വളർത്തുന്ന നബിചര്യ കൃത്യമായി മുറുകെ പിടിച്ച് എല്ലാ സന്ദർഭങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം മുറുകെ പിടിക്കാൻ സന്നദ്ധരാകുന്ന യഥാർത്ഥ വിശ്വാസികളായി നമ്മൾ മാറുക. ഇത്തരത്തിലുള്ള അനാചാര അന്ധവിശ്വാസ വിളംബരങ്ങളിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബിദ്അത്തിന് പിന്തുണ കൊടുക്കുന്ന, അതുമായി സഹകരിക്കുന്ന ഒരു സാഹചര്യം നമുക്കില്ലാതിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹു മൻ ആവാ മുഹദിസ. പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കി നടക്കുന്നവർക്ക് ആ വിഷയത്തിൽ പിന്നെ അവരുമായി സഹകരിക്കുക, അവർക്ക് പിന്തുണ കൊടുക്കുക, അവർക്ക് ബലം കൊടുക്കുക എന്നത് ശാപം കിട്ടുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഗൗരവകരമായ താക്കീതുകളെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ സുന്നത്തുമായി ബന്ധപ്പെടുത്തി മുന്നോട്ട് പോകാൻ സന്നദ്ധരാവുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.